Hey guys, welcome back to our channel. So welcome back to another movie review ആണ് സുഹൃത്തുക്കളെ. സംഭവം അധ്യായം 1 എന്ന് പറയുന്ന മൂവി നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ആ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. സോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ഗൈസ്. ഇത് ആക്ച്വലി ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആ പ്ലോട്ട് എടുത്തിട്ട് ഒരു മൂവി ഫുൾ ഫ്ലഡ് മൂവി ആയിട്ട് ഇറക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. സോ സംഭവം അധ്യായം 1 ഇതിൻ്റെ ഷോർട്ട് ഫിലിം ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 2 കൊല്ലം മുന്നേ സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ എക്സാക്ട്ലി എന്നാൽ കണ്ടതെന്ന് ഓർക്കുന്നില്ല. ബട്ട് അന്ന് ഇത് കണ്ടപ്പം ഇത് ആക്ച്വലി ഒരു മൂവിക്കുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് നമുക്ക് ചില ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഈവൻ റീൽസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ ചില സാധനങ്ങൾ അവർ അത്രമേൽ അവർ ചുരുക്കി അതിൻ്റെ ഔട്ട്പുട്ട് വിടുമ്പോൾ നമ്മളത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നാറില്ലേ ഇതൊരു പടത്തിനുള്ളൊരു സാധനം ഉണ്ടല്ലോ, ദെൻ വൈ ഇവരെന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു, അവർക്കൊരു പടം എടുത്തുകൂടെ എന്നൊക്കെ ഉള്ളത്. മേ ബി ചിലപ്പോൾ അവർക്ക് ആ സമയത്തുള്ള അവരുടെ ബഡ്ജറ്റിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവർ ചിലപ്പം ഭയങ്കര വലുതായിട്ട് അവർ പോകാതെ അവരെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് അവർ ചെറുതാക്കി അവരെടുക്കുന്നത്. ദെൻ ഈ സാധനം പുറത്ത് വിട്ടു, ആൾക്കാർ സ്വീകരിച്ചു, ഭയങ്കരമായിട്ട് വർക്കായി എന്ന് കണ്ടപ്പോഴത്തേക്കായിരിക്കും ഇവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ തോന്നിയത്. സോ എനിവേ കമ്മിങ് ടു സംഭവം അധ്യായം 1 പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തതും ജിത്തു സതീശൻ മംഗളത്ത് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അസ്കർ അലിയാണ് മെയിൻ ലീഡ് റോളിൽ പോകുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, സെന്തിൽ കൃഷ്ണ, അങ്ങനെ കുറച്ചധികം ആൾക്കാർ. പിന്നെ വിനീത് കുമാറുണ്ട്, മറ്റേ പൂച്ചക്കണ്ണുള്ള. സോ അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾക്ക് ഈ ടൈം ലൂപ്പ് അങ്ങനത്തെയൊക്കെ പ്ലോട്ടുള്ള പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. കാരണം ഇത് ഭയങ്കര രസമാണ്. ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിത് നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. നമ്മൾ ഓൾറെഡി ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഒരു സ്റ്റോറി ഏകദേശം എന്താണെന്ന് അറിയാവുന്നതുള്ളൂ. ഏകദേശം എന്നല്ല, ഒരു ഐഡിയ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു ഇതില്ല. പക്ഷേ എന്നാൽ പോലും ഇതിന് ശേഷം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കാത്തിരുന്നത്. സോ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ആ ഷോർട്ട് ഫിലിം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ആ പക്ക ഷോർട്ട് ഫിലിം തന്നെയാണ്. ദെൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും ഒക്കെ. ബട്ട് ഇറ്റ്സ് നൈസാണ്, ഭയങ്കര രസമാണ്. സോ ഇത് ആക്ച്വലി ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് മേ ബി ചിലപ്പം വേറെ ഫ്രാഞ്ചൈസീസ് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് മാത്രമേ കാണത്തുള്ളായിരിക്കും. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടത്തുള്ളൂ. സോ യെസ്, ഇറ്റ്സ് എ നൈസ് മൂവിയാണ് ഗൈസ്. അതായത് ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു കാടിനകത്ത് കുറച്ച് ആൾക്കാർ പെട്ടുപോകും. പക്ഷേ ഈ പെട്ടുപോകുന്നവർ പിന്നെ ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അവർ ആ ഒരു ടൈം ലൂപ്പിനകത്ത് ഇവർക്ക് സ്റ്റക്കായി പോകുന്നുള്ളൂ. സോ ഈ വരുന്നവരെല്ലാവരും അവരവരുടെ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണോ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ടൈം ലൂപ്പിനകത്ത് ഇവരങ്ങ് പെട്ടുപോകും. ദെൻ ഉണ്ടാകുന്ന കുറച്ചധികം കാര്യങ്ങൾ അവിടെ അവർ ഫ്രീ ആവുന്നുണ്ടോ ഫ്രീ ആവുന്നില്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സ്റ്റക്ക് ആവുന്നു, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നൈസാണ്. ഞാൻ ഇത് ആക്ച്വലി പടം ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഐ മീൻ ഇപ്പം റീസെൻ്റ്ലി ഭയങ്കര വലിയ റിലീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും, പിന്നെ ഇനിയിപ്പം ഐ തിങ്ക് 19-ാം തീയതി ആകുമ്പോഴത്തേക്കല്ലേ ഉള്ളൂ നമ്മുടെ ആടും ടോക്സിക് ദുരന്തറൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അതൊക്കെ മൈൻഡ് വെച്ചേക്കുന്നത് കൊണ്ട് വേറെ റിലീസുകളൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. ബട്ട് ഇന്നലെ വരികയെന്നുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഈ പടം ഇറങ്ങിയെന്ന് അറിഞ്ഞതും ഇതിൻ്റെ ചില സ്റ്റോറീസും പോസ്റ്ററുകളൊക്കെ കണ്ടതൊക്കെ. സോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്നൊരു സംഭവം എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ഫുൾ ഫിലിമായിട്ട് വരുമ്പം ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്നലെ ഞാൻ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ മൂവി പോയി കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ജീവയുടെ ഒരു പടം ഉണ്ടല്ലോ, ബ്ലാക്ക് എന്നുള്ളൊരു പടമുണ്ട്. അതും ഈ ഏകദേശം ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, ടൈം ലൂപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. സോ ആ പടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം ലൂപ്പ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഈ അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ കുറേ ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ശാപമുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അതൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർക്കാവും, നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും പോയി കാണുക. നൈസൊരു പടമാണ് സംഭവം അധ്യായം 1. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് എനിക്ക് ഈ പടത്തെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.